السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم أما بعد. السابقون السابقون أولئك المقربون. മുസാബക്ക തനാഫുസ് 2025 നടന്നത്. പേരുപോലെ ഒരു ശക്തമായ മത്സരം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിലുള്ള മുസാബക്കകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിത്വത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭാവിയിൽ ആരാകണം, എന്താകണം, എങ്ങനെയായിരിക്കണം എന്ന ഒരു കണക്കുകൂട്ടൽ ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. നാം ഇന്ന് നിൽക്കുന്ന ഈ മേഖലയിൽ നമുക്ക് എന്തെല്ലാം നേടാൻ കഴിയും, എവിടെയെല്ലാം നമുക്ക് എത്താൻ കഴിയും, അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് വാസ്തവത്തിൽ ഈ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന്നാസു മആദി, ജനങ്ങള് ഖനികളെ പോലെയാണ്. എത്രയോ കഴിവുകൾ ഓരോ വ്യക്തിയിലും അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്, കഴിവുകൾ വെച്ചിട്ടുണ്ട്. അതങ്ങനെ വെറുതെ ഇരുന്നാൽ അത് പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. മറിച്ച് അതിന് ഒരു പരിശ്രമം, ഒരു ത്യാഗം അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലെ സ്വർണ്ണ ഖനിയിൽ നിന്നും സ്വർണം വെളിയിൽ വരുന്നത് പോലെ, വെള്ളി വെളിയിൽ വരുന്നത് പോലെ, മറ്റു തര പെട്രോൾ വെളിയിൽ വരുന്നത് പോലെ മനുഷ്യന് പ്രയോജനപ്രദമായ വസ്തുക്കൾ ഉണ്ടാകും. സ്വർണം ഉരച്ച് അതിൻ്റെ മാറ്റം മനസ്സിലാക്കുന്നത് പോലെ ഒരു ത്യാഗത്തിലാണ് വാസ്തവത്തിൽ ഇത് ഒളിഞ്ഞിരിക്കുന്നത്. മുസാബക്ക എന്നത് തന്നെ സബക്ക് എന്ന വാക്കിൽ നിന്നുള്ളതാണ്. സബക്ക യസ്ബിഖു, മുസാബക്ക ശരിക്ക് ഓട്ട മത്സരം, അൽ മുസാബഖത്തു ഫിൽ അദു, ഓട്ടത്തിലുള്ള മത്സരമാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. പിന്നീട് അത് വ്യാപകമായ അർത്ഥതലങ്ങളിലേക്ക് ഉപയോഗിക്കപ്പെട്ടതാണ്. ഇന്ന് പൊതുവെ ഒരുപാട് മേഖലകളിൽ മുസാബക്ക നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസമാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നിർമ്മാണമാണ് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് ഒരു മുസാബക്കയുടെ ഒരു വിഷയം കിട്ടുമ്പോൾ നമുക്ക് അത് സംബന്ധമായി കുറെ വായിക്കാൻ താല്പര്യമുണ്ടാവും. വായിക്കും, അറിയും, നമുക്ക് വിവരങ്ങൾ കിട്ടും, അനുഭവങ്ങൾ കിട്ടും, മറ്റുള്ളവരോട് മത്സരിച്ച് മുന്നേറാനുള്ള നമ്മുടെ ആ കഴിവ് അത് വികസിപ്പിക്കാൻ കഴിയും. ജീവിതത്തിൽ തന്നെ നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കാനും ഒരുപാട് മുമ്പോട്ട് വരാനും നമുക്ക് കഴിയും. അത്തരത്തിൽ അള്ളാഹു നമ്മളിൽ അന്തർലീനമാക്കിയിരിക്കുന്ന ഈ കഴിവുകളെ വികസിപ്പിച്ചെടുക്കണം. കഴിവുകൾ വെറുതെ ഇരുന്നാലും വികസിക്കില്ല, അത് ശുഷ്കമായി പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുള്ളൂ. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല മനുഷ്യന് ആരോഗ്യം തന്നിട്ടുണ്ട്. വെറുതെ ഒരാൾ ഇരുന്നാൽ ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. മറിച്ച് ആരോഗ്യം വികസിപ്പിക്കുന്ന നിലയിൽ, ഉപയോഗപ്പെടുത്തുന്ന നിലയിൽ അയാൾ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തു, ജോലി ചെയ്തു, അധ്വാനങ്ങൾ ചെയ്തു, എക്സർസൈസ് ചെയ്തു, അത് വികസിച്ചു വരും, വലുതായി വരും. നല്ല മസിലൊക്കെ ഉണ്ടാവും. ജിമ്മിലൊക്കെ പോയി വെറുതെ ഇരുന്നാലൊന്നും ഉണ്ടാവും. വെറുതെ ഇങ്ങനെ കൊള്ളിക്കഷ്ണം പോലെ ആയിട്ട് വരും കൈയും കാലും ഒക്കെ. മറിച്ച് നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ സംഭവത്താവും വളരെ നമ്മളിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള കഴിവ് വികസിച്ചു വരും, അത് വലുതാവും, അത് നമുക്ക് പ്രയോജനപ്പെടും. ഇതുപോലെയാണ് നിങ്ങളുടെ വൈജ്ഞാനികമായ ഇത്തരത്തിലുള്ള മുസാബക്കകൾക്കും കൊണ്ടും നമുക്ക് നേടാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ഇത്തരത്തിലുള്ള മത്സരത്തിന് അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. പലതരത്തിലുള്ള മത്സരത്തിന്, വൈജ്ഞാനികമായ മത്സരത്തിനും തങ്ങൾ പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുണ്ട്.
ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, ഒരു മരം, നമ്മൾ കടകഥ ചോദിക്കുന്ന പോലെ, വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട്, വൃക്ഷത്തെ കൂട്ടത്തിൽ അതിന്റെ ഇല പൊഴിയുകയില്ല, ഇല താഴെ വീഴുകയില്ല. അത് മുഅ്മിനെ പോലെയാണ് ആ വൃക്ഷം. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ്, എന്റെ മനസ്സിൽ തോന്നി അത് ഈത്തപ്പന ആയിരിക്കും എന്ന് തോന്നി. പക്ഷെ ഞാനിത് പറയാൻ ഇത് തെറ്റെങ്ങനായി പോവോ എന്ന് പേടിച്ചിട്ട് പറഞ്ഞില്ല. അപ്പൊ സഹാബാക്കൾ ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതായിരിക്കും, ഇതായിരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവസാനം സഹാബാക്കൾക്ക് വേറെ ആർക്കും കിട്ടിയില്ല. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് പറയാം. തങ്ങൾ പറഞ്ഞു, ഈത്തപ്പനയാണത്. തങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു, വിചാരിച്ചു ഞാനത് പറയണമെന്ന്. അത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നല്ലേ തങ്ങൾക്ക്. കൃത്യമായി തങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയുമായിരുന്നല്ലോ, മറുപടി ആകുമായിരുന്നല്ലോ എന്നൊക്കെ ഇബ്നു മർദാൻ വിചാരിച്ചു. ഒരു കാര്യം ഇത് മനസ്സിലാക്കണം, നമ്മൾ മട്ടിപ്പിടിച്ച് ഒരു കാര്യത്തിൽ പുറകോട്ട് പോരും. ഫസ്റ്റ് അയ്യത്തു, പിന്നീട് ഖേദിക്കേണ്ടി വന്നു. അത് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അല്ല പോട്ടെ. മനസ്സിലായില്ലേ? കൃത്യമാണെങ്കിൽ അത് എത്ര ഒരു വലിയ നല്ല കാര്യമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നബിതങ്ങളും അങ്ങനെ അവരുടെ ബുദ്ധി പരീക്ഷിക്കാൻ, അവരുടെ ഓർമ്മശക്തി പരീക്ഷിക്കാൻ, അവരുടെ ചിന്തകളെ വികസിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സഹാബാക്കൾക്കിടയിൽ ഇട്ടുകൊടുക്കുകയും അവർക്ക് ഇൻകേസ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹാബാക്കളുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഒരർത്ഥത്തിൽ ഒരു മുസാബഖയാണ്, ഒരു മത്സരമാണ്. ഏത് കാര്യത്തില്? അമലിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, എല്ലാത്തിലും തന്നെ. നമുക്ക് കേട്ടിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ സദഖ ചെയ്ത് മത്സരിച്ച കാര്യം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ നേരത്ത് തങ്ങൾ പറഞ്ഞു, നബികൾ പറഞ്ഞു, ഓരോരുത്തരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന് കൊണ്ടുവരാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി നോക്കിയപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല. എന്താണോ ഉള്ളത് അത് എടുത്തിട്ട് വന്നു. തങ്ങൾ എടുത്തു കൊണ്ടത് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ വിചാരിച്ചു, ഞാൻ ഇന്ന് അവർക്ക് പരസ്പരം പൂർണ്ണമായിട്ടും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ഉമർ റളിയല്ലാഹു അൻഹു അറിയാം, അത്ര വലിയ കൂട്ടുകാരാണ് അവര്. അബൂബക്കറിന്റെ അടുക്കൽ ഇപ്രാവശ്യം ഒന്നുമില്ല, കാര്യമായിട്ട് അബൂബക്കർ സദഖ ചെയ്യാനൊന്നും കഴിയില്ല, സാമ്പത്തിക ശേഷി ഇല്ല ഇപ്പോ എന്ന് ഉമറിന് അറിയാം റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇന്ന് ഞാൻ അബൂബക്കറിനെ എന്ത് ചെയ്യും? മറികടക്കും, അബൂബക്കറിനെ പരാജയപ്പെടുത്തും എന്ന ചിന്തയോടുകൂടി വീട്ടിലുണ്ടായിരുന്ന സ്വത്തിന്റെ പകുതി എടുത്തിട്ട് വന്നു. ഇത്രയൊന്നും അബൂബക്കറിന്റെ അടുക്കൽ ഇന്നില്ല, അതുകൊണ്ട് എന്നെ പരാജയപ്പെടുത്താൻ ഈ സദഖയുടെ ദാനത്തിന്റെ വിഷയത്തിൽ അബൂബക്കറിന് കഴിയില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ തന്റെ സ്വത്തിന്റെ പകുതി എടുത്തിട്ട് തങ്ങളുടെ അടുത്ത് വരും. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ തങ്ങളുടെ സദസ്സിലുണ്ട്. ചോദിച്ചു, എന്താണ് നീ ബാക്കിയാക്കിയത് നിന്റെ വീട്ടിൽ? ഉമർ എന്താണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പകുതി അള്ളാഹുവിന് വേണ്ടി സദഖ ചെയ്തു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പകുതി വീട്ടിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ബഖൈത ഫി ബൈതിക്, എന്താണ് വീട്ടിൽ നീ ബാക്കി വെച്ചു വന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി മാത്രമേ ഉള്ളൂ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ദാനം ചെയ്യാവുന്ന ഒരു സാധനവും ഇനി ബാക്കിയില്ല, മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരാജയം സമ്മതിക്കേണ്ടി വന്നു മനസ്സിൽ. കാരണം വലിയ തുക സദഖ ചെയ്യലല്ല, തന്റെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യാൻ ശ്രമിച്ചു ഒരു വ്യക്തി എന്നതാണ് പ്രശ്നം, എന്നതാണ് വിഷയം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെയും മുൻകടക്കുകയായിരുന്നു ചെയ്തത്. അവിടെയും അമലിലുള്ള ഒരു മുസാബഖയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തസ്ബീഹാത്തുകൾ പറയുന്ന സഹാബാക്കള്, പാവപ്പെട്ട സഹാബാക്കൾ വന്നിട്ട് നബികളോട് പറഞ്ഞു, അല്ലാഹു റസൂലേ, ഈ സമ്പന്നരായ ആളുകള് സമ്പത്ത് സദഖ ചെയ്ത് സവാബ് മേടിക്കുന്നത് ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബികൾ അവർ തസ്ബീഹാത്തിന്റെ ഫാത്തിമിയെ പറഞ്ഞു കൊടുത്തു. ചുരുക്കി പറയുകയാണ്, അവര് തസ്ബീഹാത്തുകൾ പറയാൻ തുടങ്ങി. അപ്പൊ അഗ്നിയാക്കളായ സഹാബാക്കൾ കണ്ട് ഇവരിങ്ങനെ കയ്യൊക്കെ മടക്കി തസ്ബീഹാത്തുകൾക്ക് പറയുന്ന ഒരു പുതിയ അമല്, ഇതെന്തത് പറയാതിരിക്കാൻ പറ്റുമോ? ദീനിന്റെ കാര്യമല്ലേ? നബിതങ്ങൾ ഇങ്ങനെ നമുക്ക് തസ്ബീഹാത്തുകൾ പറഞ്ഞു കേൾക്കാം.
അവരും ചൊല്ലാൻ തുടങ്ങി. ഇപ്പം എനിക്ക് വിഷമമായി. ഇവർ എതിരെടുത്തുകൊണ്ട് പറഞ്ഞു, അതാണ് റസൂലേ അവരും എന്ത് ചെയ്യാണ്, അത് ചെയ്യുകയാണ്, അവർ ചെയ്യാണ്. ഇപ്പം ഞങ്ങൾ വീണ്ടും പുറകിലാവും. അവർ സദഖ ചെയ്യുന്നു, തസ്ബീഹാത്തുകൾ ചെയ്യുന്നു. അവൻ്റെ വിധങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ് എന്ന് പറഞ്ഞവരെ സാന്ത്വനപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. ഇവിടെയും മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. അമൽ ചെയ്ത് മുന്നോട്ട് വരിക എന്ന മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഒരു വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നതും അവന്റെ ഭാവിയിൽ അവനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതും അവനെ സർവ്വതോന്മുഖമായ മേഖലകളിലേക്ക്, പുതിയ പുതിയ മേഖലയിലേക്ക് എത്തിക്കുകയും അവന്റെ കഴിവ് വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മുസാബഖകളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഇൽമും നമുക്കുള്ള കഴിവുകളും എല്ലാം അതൊന്ന് പ്രകടിപ്പിച്ച് മാക്സിമം അത് തൻ്റെ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കാൻ ശ്രമിച്ച് മറ്റുള്ളവരെക്കാൾ മുൻകടക്കാൻ, ആരെയും നമ്മൾ പരാജയപ്പെടുത്താൻ വിചാരിക്കുന്നില്ല, നമ്മൾ മുൻകടക്കാനേ വിചാരിക്കുന്നു. അതാണ് ലക്ഷ്യം. ആരും പുറകോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് വരണം. അതാണ് മുസാബഖ എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വ വികാസത്തിന്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിർമ്മാണത്തിന്, നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി മാറുന്നതിന്, കഴിവുറ്റവരാകുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മത്സരിക്കുന്നു, ആ രംഗത്തെല്ലാം കഴിവുറ്റവരായി തീരണം. മഹാന്മാരായ മുൻഗാമികളും മുൻകടന്ന നേതാക്കളും ഭൗതിക നേതാക്കളും പാരത്രിക ദീനിന്റെ എല്ലാം ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെ അല്ലെങ്കിൽ പരിശീലനങ്ങളിലൂടെയാണ് അവർ വ്യക്തിത്വങ്ങൾ ആയിത്തീർന്നതും ഉയർന്നവരായി തീർന്നതും. അതുകൊണ്ട് നമ്മളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും വളരെ നല്ല നിലയിൽ പരിശ്രമിച്ചിട്ടുണ്ട്, ത്യാഗം ചെയ്തിട്ടുണ്ട്, വളരെ കൂടുതൽ പരിശീലനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ മാറ്റുരക്കാൻ പോകുന്ന വേദിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറാത്തുകൾ നൽകട്ടെ. മത്സരത്തിൽ ആത്മാർത്ഥത്തോടെ പങ്കെടുക്കാനും ഭാവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉന്നത വ്യക്തിത്വങ്ങളായി വളർന്നു വരാൻ, ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരാൻ അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുആ ചെയ്തുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ മുസാബഖ തനാഫുസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.